ചൈനയിലെ പുതിയ വൈറസ് വ്യാപനം കഴിഞ്ഞ കുറച്ച് ദിവസമായി മാധ്യമങ്ങൾ കേരളത്തിലേക്ക് പതിയെ ആൾക്കാരുടെ ഉള്ളിലേക്ക് ആശങ്കയുടെ വിത്തിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആ ആശങ്കയ്ക്കുള്ള വിത്തിന് അങ്ങ് ചൈനയിൽ നിന്ന് തന്നെ ഒരു മറുപടി എത്തിയിരിക്കുകയാണ്. ഒരു മലയാളി യൂട്യൂബർ ചൈനയിലെ ഇപ്പോഴത്തെ അവസ്ഥയെ സംബന്ധിച്ച് അദ്ദേഹം തന്നെ ഷൂട്ട് ചെയ്ത് അദ്ദേഹം തന്നെ ദൃശ്യങ്ങൾ കാണിച്ച് ചൈനയിലെ ഇപ്പോഴത്തെ അവസ്ഥ കേരളത്തിനോട് ആശങ്കയില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന അവസ്ഥ. ലോകത്തെ ഭീതിപ്പെടുത്തി ചൈനയിൽ വീണ്ടും വൈറസ് വ്യാപനം. കോവിഡ് വ്യാപനത്തിന്റെ 5 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹ്യൂമൻ മെറ്റാപ്ന്യൂമോ വൈറസ് പടരുന്നതായി റിപ്പോർട്ട്. ചൈനയിൽ നിന്ന് അല്ലപ്പായി ചാനലിന് വേണ്ടി റിപ്പോർട്ട് ചെയ്യുന്നു. അല്ലപ്പായി 5 വർഷം കൂടുമ്പോൾ ഇറക്കിയുടെ ഇതെന്താ പഞ്ചവത്സര പദ്ധതിയാണോ അല്ലെങ്കിൽ ഇലക്ഷൻ വല്ലാണ്? ഞാൻ ഇപ്പോൾ ഉള്ളത് ചൈനയിലാണ്. ഇവിടെ എനിക്ക് മനസ്സിലായിടത്തോളം ആളുകൾ ഫോട്ടോ എടുക്കുന്നു, കാര്യങ്ങളെല്ലാം പഴയതുപോലെ തന്നെ നടക്കുന്നു, സാധാരണ മനുഷ്യജീവിതം. ചൈനയിൽ വൈറസ് ഇറങ്ങിയത് ചൈനക്കാരറിയണമെങ്കിൽ ഇവരാദ്യം മലയാളം പഠിച്ച് 24 അല്ലെങ്കിൽ മാതൃഭൂമി ന്യൂസ് കാണണം. എന്നാലാണ് ഇവിടെ വൈറസ് ഇറങ്ങിയതിനെ കുറിച്ച് ഇവരറിയാൻ പോണത്. പിന്നെ നമ്മുടെ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഞാൻ എന്തായാലും ബാഗിൽ ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ കൊട്ടാനായിട്ടൊരു പേനയുണ്ട്. അതുകൊണ്ട് എല്ലാവരും അവരവരുടെ സേഫ്റ്റി നോക്കുക. ഇവിടെ എങ്ങനെ വൈറസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഓക്കെ, ബൈ. കേട്ടല്ലോ, കേരളത്തിലെ ചില മാധ്യമങ്ങളുടെയൊക്കെ ഒരു രീതിയുണ്ട്. അത് അച്ചടി മാധ്യമങ്ങളുടെ കാലഘട്ടം തൊട്ട് തന്നെ നമ്മളൊന്ന് പരിശോധിച്ചാൽ വളരെ കൃത്യമായി ബോധ്യപ്പെടും. അതായത് വിദേശമെന്നുള്ള വാർത്ത, ആ വിദേശമെന്നുള്ള വാർത്തയിൽ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ, മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ, ഈ രാജ്യങ്ങളെക്കുറിച്ച് വെറുപ്പുൽപ്പാദിപ്പിക്കുന്ന വാർത്തകൾ നിരന്തരം കൊടുത്ത് ഈ രാജ്യങ്ങളെല്ലാം മോശമാണെന്ന് ആൾക്കാരുടെ ഇടയിൽ ചിത്രീകരിക്കുന്ന ഒരു രീതിയുണ്ട്. എന്നാൽ ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖല, അത് പഴയ ബ്രിട്ടീഷുകാരോടുള്ള വിധേയത്വം കൊണ്ട് തന്നെ കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങളിൽ നിറഞ്ഞു തിങ്ങിയിരിക്കുന്ന വരേണ്യ മനസ്സുകളിൽ നിന്ന് എപ്പോഴും പൊലിപ്പിച്ചും പതപ്പിച്ചുമൊക്കെയാണ് വാർത്തകൾ പുറത്തു വരാറുള്ളത്. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളും മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളെല്ലാം മോശമാണ്, പ്രശ്നമാണ് എന്നുള്ളതാണ്. അവിടെയൊന്നും പ്രശ്നങ്ങളില്ല എന്നല്ല, അവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ആ പ്രശ്നങ്ങളെ വല്ലാത്ത രീതിയിൽ പൊലിപ്പിക്കും. അവിടുത്തെ പ്രശ്നങ്ങളെ അതിരൂക്ഷമായിട്ട് അവർ കത്തിച്ച് വാർത്ത കൊടുക്കും. ആ രാജ്യങ്ങളിലെ 2 സംവിധാനവും മോശമാണ്, ഇതൊന്നും മനുഷ്യ സമൂഹത്തിന് വേണ്ട എന്നുള്ള ഒരു ചിന്താഗതിയും ഒരു വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. നേരെ മറിച്ച് യൂറോപ്യൻ രാജ്യങ്ങളായിക്കോട്ടെ, ഇവിടെയൊക്കെ അടിപൊളിയാണ്. കാര്യം ആ സായിപ്പിനോടുള്ള ഒരു വല്ലാത്ത വിധേയത്വം ഉണ്ടല്ലോ, അത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയാണ് ഇപ്പോൾ ചൈനയിലുണ്ടായിരിക്കുന്ന 5 വർഷം കൂടി പുതിയ വൈറസ് വ്യാപനം ഉണ്ടാകുന്നു എന്ന പ്രചരണം ഉണ്ടാകുന്നത്. എവിടെയെങ്കിലും ചില ഇടങ്ങളിലൊക്കെ ഉണ്ടാകും. ആ ദൃശ്യങ്ങൾ തന്നെ വളരെ കൃത്യമായി കാണുന്നുണ്ട്. സാധാരണഗതിയിൽ ജീവിക്കുന്ന മനുഷ്യർ സ്വാഭാവിക ജീവിതവുമായി ബന്ധപ്പെട്ട് അവർ മുന്നോട്ട് പോകുന്നുണ്ട്. മാസ്കോ മറ്റു തരത്തിലുള്ള മുൻകരുതലോ ആരും ഉപയോഗിച്ചിട്ടില്ല. ഒരു പാർക്കിൽ നിന്നുള്ള ദൃശ്യമാണ് ആ യൂട്യൂബർ കാണിക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? മാധ്യമങ്ങളിലൂടെ വാർത്ത സൃഷ്ടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ആൾക്കാരുടെ ഇടയിലേക്ക് ആശങ്കയുണ്ടാകും. കൊറോണ പോലെ അടച്ചിടുമോ, കൊറോണയുടെ സാഹചര്യം ഉണ്ടാകുമോ, ആ തരത്തിലുള്ള ഒരു ആശങ്കാ ചിന്തകൾ ആൾക്കാരുടെ ഇടയിലേക്ക് പെട്ടെന്ന് പരത്തി വാർത്തയ്ക്ക് ഒരു ഹോട്ട്നെസ് കൈവരിക്കാനുള്ള പരിശ്രമമാണ്. ഒന്നുകിൽ അവർക്കവിടെ റിപ്പോർട്ടർ ഉണ്ടാകണം. ഇത് മറ്റെവിടെന്നെങ്കിലും സംഘികൾ സൃഷ്ടിക്കുന്ന വാർത്ത എടുത്തുകൊണ്ടുവന്ന് ഈ രീതിയിൽ പ്രചരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ നാട്ടിലുള്ള മലയാളികൾ തന്നെ അന്തം വിട്ടു പോവുകയാണ്. അതിൻ്റെ ഉത്തരമായിട്ടാണ് ഈ പ്രതികരണം പുറത്തു വന്നിരിക്കുന്നത്.